ആയിക്കൊണ്ടിരിക്കുക. പള്ളികളൊക്കെ AC ആയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലൊക്കെ ഒരു AC ഉള്ളത് വീണ്ടും ഓരോ റൂമിലും AC ആയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത സാഹചര്യമാണ് ഈ ഒരു സാഹചര്യം. 10 മണി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് സർക്കാരിന്റെ നിർദ്ദേശം. അങ്ങനെ ഓരോന്നും 11 മണി മുതൽ 12 മണി വരെ തൊഴിലാളികൾക്കൊക്കെ കർശനമായ നിർദ്ദേശം. ഇന്ത്യ മഹാസമുദ്രം തന്നെ ചൂടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇങ്ങനെ ശാസ്ത്രത്തിന് പലതും പറയാറുണ്ട്. പക്ഷേ പരിശുദ്ധ ഒരു മുസ്ലിം, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ചൂട് നൽകുന്ന നക്ഷത്രമായ സൂര്യൻ, അതിനെ അള്ളാഹുവാണ് തദ്ബീർ, അള്ളാഹുവാണ് അതിന്റെ നിയന്ത്രണം. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്, അള്ളാഹുവിന്റേതായ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത അള്ളാഹു നിർദ്ദേശിച്ചു കൊടുത്ത ആ ഒരു പ്രവണപഥത്തിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. സൂര്യൻ ഇപ്പൊ നിൽക്കുന്നതിനേക്കാൾ ഒരൽപ്പം താന്നാൽ ഈ ഭൂമി ചുറ്റിച്ചാമ്പലായി പോകും. നിങ്ങളെ അതിനേക്കാൾ ഒരൽപ്പം മുകളിലോട്ട് പോയാൽ ഈ കാണുന്ന ഭൂമി തണുത്ത് വിറച്ച് മരവിച്ചു പോകും. നിങ്ങളെ അള്ളാഹു അത്രമാത്രം നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മനുഷ്യന്റെ നന്ദികേട് കാരണമായിട്ട് അത് വിപത്തായിട്ട് മാറും. ജനങ്ങൾ പ്രവർത്തിച്ചത് കാരണമായിട്ട് ഈ ഭൂമിയിലും സമുദ്രത്തിലും കരയിലുമൊക്കെ ഫസാദുണ്ടാകുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ മോമിനിങ്ങനെ നമുക്ക് ആ അനുഗ്രഹം? അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. അല്ലെങ്കിൽ അത് ശിക്ഷയായി മാറുമെന്നുള്ള അല്ലാത്ത ഒരുപാട് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതുണ്ട്. റബ്ബ് തആല പൂർണ്ണമായിട്ട് അവനെ അനുസരിച്ച് അവനെ ഇബാദത്ത് ചെയ്യുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.